ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ ഇന്ന് വായിച്ച് കേട്ടതായിരിക്കുന്ന വേദഭാഗത്തു നിന്നും ഒരു വാക്യം അതിൽ നിന്നും വായിച്ച് അല്പം ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 18 വാക്യം വീണ്ടും ഒരു ആവർത്തി ഞാൻ വായിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത് വലിയവനായിരിക്കും ദൈവം ഹൃദയം നുറുങ്ങിയ ഏതൊരു വ്യക്തിയുടെയും സമീപസ്ഥ താൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമായിട്ട് അടുത്ത് സമീപസ്ഥനായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയുന്നുണ്ട്. നമ്മുടെ ഹൃദയം ഒരു തകർന്ന അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ദൈവം നമുക്ക് അടുത്തുണ്ട് എന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ് എന്നുള്ളതാണ് 34 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കം കഴിയുന്നുണ്ട്. എപ്പോഴും ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് രുചിച്ചറിയുവാൻ തക്കം കഴിയും. ഒരിക്കലും താൻ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നതായിരിക്കുന്ന വേളയിൽ, തകരുന്നതായിരിക്കുന്ന വേദനയിൽ, ആ വേദനയിൽ നിന്ന് വിടുതൽ തരുവാൻ തക്കോണം വലിയവനായിരിക്കും ദൈവം നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. ഇതോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 9 വാക്യം. യോശുവയുടെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 9 വാക്യം. ഇവിടെ നാം കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്. കാരണം താൻ നമുക്ക് എപ്പോഴും നമ്മോട് കൂടെ ഉള്ള ഒരു ദൈവം. മാത്രമല്ല, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെതായിരിക്കുന്ന ആശ്വാസത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന വാക്കുകളാണ് താൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട. എല്ലായ്പ്പോഴും നീ പോകുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ തക്കം കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, അവരൊരു ദിവ്യ വൈദ്യനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ തക്കം കഴിയും. അത് ഒരു വേദഭാഗം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 2 അധ്യായം അതിൻ്റെ 17 വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 2 അധ്യായം അതിൻ്റെ 17 വാക്യം. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ കർത്താവ് ദിവ്യ വൈദ്യനായിട്ട് നമ്മോട് കൂടിയുണ്ട്. നമ്മുടെ സമീപത്ത് താൻ ഉണ്ട്. കാരണം ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, സാമീപ്യം നമ്മോടുകൂടെ എപ്പോഴുമുണ്ട് എന്നുള്ളൊരു വാസ്തുത, അതും തൻ്റെ വാഗ്ദത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ നിന്നോടുകൂടിയുണ്ട്. മാത്രമല്ല, ഹൃദയം നുറുങ്ങിയ പ്രിയപ്പെട്ടവർക്ക് ഞാൻ സമീപസ്ഥനായിട്ട് അതിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന ദൈവമാണ് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനത്തിൽ നിന്നും ഒരു ഭേദഭാവം കൂടെ വായിക്കുവാൻ തുടങ്ങി ഞാൻ ആഗ്രഹിക്കുകയാണ്. 147 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം. 147 അതിൻ്റെ 3 വാക്യം. മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇവിടെ മനസ്സ് തകർന്നവരെ, മനം തകർന്നവരെ എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഹേർട്ട് എന്നാണ്, ഹൃദയം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹൃദയം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ചിന്തിക്കാം, മുറിവുകളെ കെട്ടുവാൻ തക്കൊണ്ട് താൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? കാര്യം അങ്ങനെ വന്ന് മുറിവ് കെട്ടുകയായിരുന്നോ? അതിനുവേണ്ടി താൻ എന്താണ് വില കൊടുത്തതെന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്, മനം നുറുങ്ങിയവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവാണ് എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എങ്ങനെയാണ്, ഇവിടെ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിട്ട്
മാത്രമല്ല ഹൃദയം തകർന്നവർക്ക് ചികിത്സ നടത്തുന്ന ഒരു വൈദ്യനായിട്ട് കർത്താവായ യേശു എന്താണ് ചെയ്തത് നമുക്ക് വേണ്ടി, അത് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത കാര്യം നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. 22-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം പറയുന്നത്: ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. അടുത്ത ഭാഗം: എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. ആരുടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം മെഴുകുപോലെയായി. ഇത് നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം കാണുന്നത്: എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ആദ്യത്തെ ഭാഗം: എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എൻ്റെ ഉള്ളം എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സ് അഥവാ തൻ്റെ ഹൃദയമെന്നും അതിനെ പരിഭാഷപ്പെടുത്തി ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. തൻ്റെ ഹൃദയം മരണവേദന പോലെയായി, തൻ്റെ മനസ്സ്, തൻ്റെ സോൾ മരണവേദന പോലെ അതിദുഃഖിതമായി തീർന്നിരിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തിരിച്ച് നമുക്ക് 22-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 22-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് കടന്നു വരാം. സങ്കീർത്തനം 22 അതിൻ്റെ 14-ാം വാക്യം: എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി. എന്നാൽ ഈ ഹൃദയം മെഴുകുപോലെ ആയത് മുഖാന്തരം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം മെഴുകുപോലെ ആയത് മുഖാന്തരം, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വാക്യത്തിൽ വായിക്കും: മരണവേദനയിലായി തൻ്റെ ഹൃദയം അതിദുഃഖിതമായി തീർന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കെന്ത് സംഭവിച്ചു? നാം 34-ാം അധ്യായത്തിൽ നാം വായിച്ചു: ഹൃദയം നുറുങ്ങിയോ സമീപസ്ഥനായി തീർന്നു. എന്നാൽ ഈ ഭാഗത്ത് ഇതിനോട് താരതമ്യപ്പെടുത്തി നമുക്ക് ഒരു ഭേദഭാഗം കൊണ്ട് നമുക്ക് വായിക്കാം. അതിന് 22-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമുക്ക് വായിക്കാം: എളിയവർ തിന്നു തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും, നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഇവിടെ നാം കാണുവാൻ 14-ാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. 26-ാം വാക്യത്തിൽ പറയുന്നത് നിന്റെ ഹൃദയം എന്നേക്ക് സുഖത്തോടെ ഇരിക്കട്ടെ. മനസ്സ് തകർന്നവർക്ക് ഇതാ തൻ്റെ ഹൃദയം മെഴുകുപോലെ ആയിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് വേണ്ടതായിരിക്കുന്ന സമാധാനം, വേണ്ടതായിരിക്കുന്ന ചികിത്സ, വേണ്ടതായിരിക്കുന്ന സുഖം നമ്മുടെ ഹൃദയത്തിന് അവർ തന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കുവാൻ. ഇന്ന് നമുക്ക് ആരാധനയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മെ എന്താണ് ആരാധനയ്ക്കായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമ്മുടെ ഹൃദയത്തെ അവൻ സുഖമാക്കി തീർത്തു, സന്തോഷമുള്ളതാക്കി തീർത്തു. നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരിക്കൽ 2021 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം മെഴുകുപോലെയായി. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന് 38-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ അവൻ്റെ ഹൃദയം മരണവേദനയിലായി അതിദുഃഖിതമായി തീർന്നിരിക്കുന്നു. മരണവേദനയിൽ കൂടി കടന്നുപോയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് താൻ അത് സഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുവാൻ. അത് മാത്രമല്ല, ഇവിടെ നാം വായിക്കുന്നത് പോലെ സങ്കീർത്തനം 22-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം എന്നേക്ക് സുഖത്തോടിരിക്കണം. പ്രിയരേ, നമ്മുടെ ഹൃദയം സുഖത്തോടിരിക്കുവാൻ തൻ്റെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു? അത് കത്തി എരിഞ്ഞു, മെഴുകുപോലെ ആയിത്തീർന്നു. എന്നാൽ തൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് എനിക്ക് അവരോടുകൂടെ ഇരിക്കണം, ഹൃദയം നുറുങ്ങിയവരോട് കൂടെ എനിക്ക് അവരോടുകൂടി ആയിരിക്കണം, അവർക്ക് വേണ്ടതായിരിക്കും സുഖം കൊടുക്കണം. അവരുടെ ഹൃദയത്തിന് ഒരിക്കലും വേദന വരുവാൻ പാടില്ല. എൻ്റെ ഹൃദയത്തിന് വേദന വന്നോട്ട്, എൻ്റെ ഹൃദയത്തിൽ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ട് എൻ്റെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടതായിരിക്കുന്ന വേദനയിൽ നിന്നുള്ളതായിരിക്കുന്ന പരിപൂർണ്ണ വിടുതൽ മാത്രമല്ല, സുഖത്തോടുകൂടിയുള്ള ഒരു ജീവിതം, സുഖത്തോടുകൂടിയുള്ള ഒരു ഹൃദയം അവർക്ക് ഞാൻ കൊടുക്കും. നിങ്ങളുടെ ഹൃദയം സുഖത്തോടെ ഇരിക്കുവാൻ. അതേ, നമുക്ക് ഈ രാവിലെ സമയത്ത് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നിരിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. നാം ഇന്ന് സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ണം ഇവിടെ കൂടി വന്നിരിക്കുന്നുവെങ്കിൽ
ഒരു വസ്തുത ഇപ്പോഴും നാം ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹൃദയം ഒരിക്കൽ മെഴുകുപോലെയായി, തൻ്റെ ഹൃദയം പ്രാണവേദനയാലായി, വളരെ ദുഃഖത്തിൽ കൂടി വളരെ വളരെ വേദനയെ തനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നമ്മെ സുഖത്തോടെ ഇരുത്തുവാൻ, നമുക്കിന്ന് ഈ സ്ഥിതിയിൽ ഒരു പിതാവിൻ്റെ മക്കളെന്നുള്ള രീതിയിൽ ഈ സ്ഥാനത്ത് കടന്നു ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ തക്കണം കാരണമായി തീർന്നത് അവൻ നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ സഹിച്ചതായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന വേദന. താൻ തൻ്റെ രക്തം അവസാനം തുള്ളി രക്തം വരെയും കാൽവരി കുരിച്ചൊരിഞ്ഞുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിന് അവൻ സുഖം തന്നു, സന്തോഷം തന്നു, സമാധാനം തന്നു, ആനന്ദം തന്നു. നമ്മെ ദൈവ മക്കളാക്കി തീർത്തു. ആ വലിയവനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.